ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ടോന്ന് നോക്കാം. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ ആയിട്ട് കിട്ടും. മോനെ ഞാൻ കരിമ്പടം കോളനി ഇതിലാണ് താമസിക്കണം. ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീട് സർക്കാർ തന്നില്ല. ഞാൻ വെള്ളത്തിൽ ഇന്നത്തെ മഴയത്തും ഞാൻ വെള്ളത്തിലാണ്. ഞാൻ എന്റെ അനിയത്തിൽ അവിടെയാണ് ഞാൻ പോയി കിടന്നിട്ട് രാവിലെ ഞാൻ എണിച്ചു വന്നത് സക്കാത്തിനും പോയി പള്ളിയിലെ നടയിരുന്നാണ് പൊന്നുമോനെ നിന്നെ ഞാൻ കണ്ടത്. നാട് നന്നാക്കി ഇറങ്ങിയ ഒരു മോനെ വിളിച്ചോണ്ട് അവന്മാര് കുത്തിക്കൊന്നതറിയാമോ മക്കളെ? അത് എന്റെ മോളെ മോനാണ്. അതെ ഉമ്മ, ഒരു ചലഞ്ചാണ്, അറിയാമോ എന്തെന്ന്? അപ്പൊ അമ്മ ഇതിലെ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യണം, ഒരു കാർഡ് സെലക്ട് ചെയ്യണം. അപ്പൊ അതിൻ്റെ അകത്ത് പൈസ ഉണ്ട്. ആ പൈസക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് മേടിക്കാം, വീട്ടിലത്തേക്കോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മേടിക്കാം. നോമ്പാണല്ലേ, അപ്പം നോമ്പ് മുറിക്കാനുള്ളത് എല്ലാം ചേർത്ത് സാധനങ്ങൾ മേടിക്കാം. അതാരാണ്? മോള് തന്നെയാണ്. ഭർത്താവില്ല, മാപ്പിള മരിച്ചിട്ട് 14 വർഷമായി. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. അപ്പൊ 3 പെൺകുട്ടി ആണല്ലേ. ഓക്കെ, കാർഡിന് പൈസ എടുക്കണേ പൈസ ഒന്നും വേണ്ട. ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക, അതില് പൈസ ഉണ്ട്. ആ പൈസക്ക് പൈസയായിട്ട് കിട്ടൂല, സാധനമായിട്ട് കിട്ടുള്ളൂ. വീട്ടു സാധനം മേടിക്കാൻ, ഡ്രസ്സ് മേടിക്കാൻ. മക്കളുണ്ടോ? മോക്ക് മക്കളുണ്ടോ? അവർക്ക് 3 മക്കളും 7 ചെറുമക്കളും. 3 മക്കള് 7 ചെറുമക്കളോ? അവർക്കാ? കണ്ടാ പറയില്ലല്ലോ. എനിക്ക് എവിടെയും ചേർത്ത് 3 മക്കളും 7 ചെറുമക്കളും ഉണ്ട്. അപ്പൊ മുത്തശ്ശിയാണ്. പേരെന്താണ് അമ്മയുടെ? എന്റെ പേര് നസീമ. നസീമ. അത് സലീന. സലീന. ഓക്കെ. അപ്പൊ അമ്മ ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്തോ. ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിരുന്നോ? കാണലുണ്ടോ? വീടെവിടെ? ആ ശരി ശരി, ഓക്കെ. കാണലുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആരാണ് ഈ കാർഡ് എടുക്കാൻ പോണത്? അമ്മയാണോ മോളാണോ? ഓക്കെ. ഈ കാർഡിന്റെ അകത്ത് 2000 രൂപ ഉണ്ട്. ഈ 2000 രൂപയ്ക്കകത്ത് എന്ത് സാധനം വേണമെങ്കിലും ഉമ്മയ്ക്ക് മേടിക്കാം. മക്കളെ അത് നമ്മൾ വാങ്ങിച്ചു തരും. ഉമ്മയും കൂടെ വന്നാൽ നമ്മൾ വാങ്ങിച്ചു തരും. ഇവിടെ എന്തിനാ വന്നിരിക്കണേ? ഓ, അതിന് വേണ്ടി വരും. അപ്പൊ ഇന്ന് 2000 രൂപ പൈസ അല്ല, 2000 രൂപക്കുള്ള ഡ്രസ്സ് മേടിക്കാം, വീട്ടു സാധനം മേടിക്കാം, എന്തുവാണെങ്കിലും മേടിക്കാം. വീട്ടു സാധനങ്ങൾ മതി. വീട്ടു സാധനം വാങ്ങിച്ചത് നോമ്പ് മുറിക്കാനും നോമ്പിനും കഞ്ഞി വെക്കാനും അരിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചാലും മതിയല്ലേ. അപ്പൊ അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വാങ്ങാൻ പോവാം. ഫോണുണ്ടോ? ഫോണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ കിട്ടും. ഇപ്പൊ 2000 എന്നുള്ളത് 4000 രൂപ കിട്ടും. കാണലുണ്ടല്ലേ? ശരി ശരി. ഒരു 2 വർഷവും 5 മാസത്തേക്ക് മുമ്പ് ഒരു അർസാദ് മോന നാട് നന്നാക്കി ഇറങ്ങിയ ഒരു മോനെ വിളിച്ചോണ്ട് അവന്മാര് കുത്തിക്കൊന്നതറിയാമോ മക്കളെ? അത് എന്റെ മോളെ മോനാണ്. എന്റെ ഇളയ മോനുള്ള 2ാമത്തെ മോനെയാണ്. മൂത്ത മോനാണ് ഈ വിരല് മുറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ തോന്നുന്നു മക്കളെ, ചാനലിലൊക്കെ എടുക്കാനൊക്കെ. നമ്മളങ്ങനെ പോവില്ല. അർഷാദ് മോനെ 18.5 വയസ്സ്. ഇപ്പം മരിച്ചിട്ട് 2 വർഷവും. ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ടോന്ന് നോക്കാം. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ ആയിട്ട് കിട്ടും. 2000 എന്നുള്ള 4000 ആവും. ഓക്കെ. അപ്പൊ ഇതില് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാറുണ്ടല്ലേ? അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടോ? ഓ അതെ, ഞാൻ ഫോണിൽ അറിഞ്ഞോണ്ടാ, ഞാൻ ടിവിയിലേ കാണും. വേറെ ഒന്നും അടിക്കാനോ എടുക്കാനോ അല്ല, ഇതിലിങ്ങനെ കാണുമല്ലേ? അപ്പൊ എന്നെ അറിയാം. പേരറിയാമോ? പേര് സൂരജ് എന്നാണ്. ഇങ്ങനെ വീഡിയോ കാണുമ്പോ എല്ലാം ചെയ്ത് വിടേ ഉള്ളല്ലേ. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോളോ ചെയ്തിട്ടുള്ളോണ്ടേ 4000 രൂപ കിട്ടി. അതായത് 2000 രൂപയുടെ കാർഡല്ലേ, ഇരട്ടി പൈസ 4000 രൂപ കിട്ടി. അപ്പൊ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചാൽ മേടിക്കാം. 2000 രൂപയ്ക്ക് ഞാനും ബാക്കി 2000 രൂപയ്ക്ക് അവളും. അല്ല, 2 വീടാണ്? അതൊരു 2 വീട്ടിലാണ്. മക്കള് മറ്റേ കല്യാണി ആസുരുടെ അടുത്ത് ആ പെയിന്റ് കട ഉണ്ട്. മക്കള് ഒരു ദിവസം വന്നിരുന്നു പെയിന്റ് കടയിൽ. മക്കള് 2 അമ്മച്ചിമാർക്ക് സംഭാവനയും പൈസയും കൊടുത്തിട്ട് പോയി. അതെ അതെ. മാസം തോറും അരി കിട്ടണത്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് അരി അവിടെ നിന്ന് കിട്ടി. അപ്പോഴും മോൻ പറഞ്ഞ് എവിടെയെങ്കിലും വെച്ച അമ്മയെ ഞാൻ കാണും.
എന്ന് പറയാൻ എനിക്ക് മക്കളിപ്പോ പേര് പറഞ്ഞില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായ അമ്മ അരി മേടിക്കാൻ അവിടെ വന്നിരുന്നു. വന്നപ്പോ മക്കള് 2 അമ്മച്ചിമാരെ വിളിച്ചോണ്ട് പോയി. ആദ്യം മക്കള് ഉദ്ഘാടനത്തിന്റെ ഓർമ്മയുണ്ടാക്കി. ഇന്നലെ അവിടെ അരിയും 3 മുട്ടയും 3 ഉള്ളിയൊക്കെ തന്നു. ഇന്നലെ അവിടെ പോയി വാങ്ങിച്ചിരുന്നു. അമ്മയ്ക്ക് അറിയാം. ഞാൻ മക്കളെ കണ്ടു. അയ്യോ, ഒരു മക്കള് പേരെന്തിനാണ്? നസീമ. ശരി ശരി, ഓക്കെ. ഒരു മക്കള് പറഞ്ഞു ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് അമ്മയെ ഞാൻ കാണും, അമ്മക്ക് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞു. സന്തോഷായി മക്കളെ, ഇപ്പൊ സന്തോഷായി. ഞാൻ പറഞ്ഞത് കണ്ടല്ലേ, നമുക്ക് കാണാൻ ഭാഗ്യം എവിടെയെങ്കിലും വെച്ച് കാണാം. ഇപ്പൊ കാണുകയും ചെയ്ത് അമ്മക്ക് പൈസ കിട്ടുകയും ചെയ്ത്. അതാണ് നോമ്പില് 5-6 ദിവസം ഇവിടെ വന്ന് ഇതുപോലെയൊക്കെ ഇരിക്കും മക്കളെ. ഇടയ്ക്ക് മറക്കൊക്കെ വന്നിരിക്കും. എന്താന്ന് വെച്ചാൽ തരാൻ ആരും ഇല്ല മക്കളെ. അപ്പൊ എല്ലാം കിട്ടുമെങ്കിൽ വാപ്പയില്ലാത്ത മക്കൾക്ക് ഇവിടെ മക്കൾക്ക് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും മാറ്റി കൊടുക്കാൻ ചെറുമക്കൾക്കും എന്ന് പറഞ്ഞ് വന്നിരിക്കും മക്കളെ. ഇന്നലെ പെയിന്റ് കടയിൽ നിന്നിട്ട് അരിയും ഇതുപോലെ 5-6 ഇടത്ത് നിന്നിട്ട് സാധനം കിട്ടിയതൊക്കെ ആക്സിഡന്റ് പറ്റി വീട്ടിൽ കിടക്കണ 2 മക്കളുണ്ട്. അങ്ങനെ നോമ്പ് മുറിക്കാനൊക്കെ വാച്ച് മോനും ആക്സിഡന്റ് കൊടുത്തു. അപ്പൊ ഇതുപോലെ മക്കൾക്കെല്ലാം കൊടുക്കാനാണ് മക്കളെ എല്ലാം മോനെ കണ്ടതിൽ സന്തോഷം. അപ്പൊ നമ്മള് മുന്നേ ഉള്ള പരിചയക്കാരാണ്. ഞാൻ മക്കൾക്ക് സലാം പറഞ്ഞു. മക്കൾ എന്റെ അടുത്ത് വന്നിന്ന് എന്നെ ഫോട്ടോ മക്കളെടുത്ത് വെള്ളം കളർ മസ്തയൊക്കെ ഇട്ടോണ്ട് ഇതുപോലെ അപ്പോഴാണ് മക്കള് പറഞ്ഞത് ഞാൻ മായാവിയാണ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു മക്കളെ. ഞാൻ മായാവിയാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പോകും, ഞാൻ ഗൾഫില് പോകും, അങ്ങ് പോയി എന്നൊക്കെ മക്കള് പറഞ്ഞു. എന്റെ മക്കള് പറഞ്ഞു. 2 ഓർമ്മ എന്റെ അമ്മ പൊളി തന്നെ കേട്ടാ. ഇത്ര ഓർമ്മിച്ച് വെച്ചിരിക്കണല്ലേ. എത്ര കൊറേ ഏകദേശം ഒരു 6-7 മാസം ആവൂലേ? 6-7 മാസം ആവും. ഇല്ല മക്കളെ അത്രയും വന്നിട്ട് പിന്നെ മക്കള് നിന്നില്ല, അങ്ങ് പോയി മക്കളെ. അമ്മച്ചക്ക് അതില് മക്കളൊരു ക്യാൻസർ വന്ന ഒരാളിന് മക്കള് പൈസ കൊടുത്തു. മുട്ട അടിച്ച ചെറുപ്പക്കാരെ അവിടെ മരിച്ചു പോയി. ആ കൊച്ചു മരിച്ചു. അയ്യോ, പിന്നെ വേറെ മക്കള് കൊടുത്തില്ലേ ഒരു അമ്മച്ചി, അവരുണ്ടല്ലേ പറ്റിച്ചത്. അവരുണ്ട്. വേറൊരു നാരങ്ങ വിറ്റുകൊണ്ട് നടക്കുന്ന അമ്മച്ചിയുണ്ട്, പ്രായമുള്ള ഒരാള്. അമ്മച്ചി ഉണ്ടല്ലേ? ആ അമ്മച്ചി ഉണ്ട്. ഇന്നലെ അവര് വന്ന് സാധനം വെച്ചാൽ അത് അവര് എവിടെ വിഴുന്നു, എവിടെ വന്ന് വിഴുന്ന് ചുണ്ടന്തര പൊട്ടി. കഴിഞ്ഞ മാസം അരിക്ക് വന്നില്ല. അങ്ങനെ ഇന്നലെ അവരും വന്നല്ലേ. അപ്പൊ ഒരു കാര്യം, ഞാൻ അവിടെ കട വരെ പോയിട്ട് വരാം. അമ്മയും മോളും കൂടെ ആലോചിക്കും എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന്. ആലോചിച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ വരാം. നമ്മളെ കൂടെ വരാമോ? നമുക്ക് എന്നിട്ട് കടയിൽ പോയി വാങ്ങാം. ഓക്കെ, പോയിട്ട് വരട്ടാ. ശരി, അപ്പൊ ഇപ്പൊ വരാമേ. ശരി, അപ്പൊ പോവാമോ? പോവാം. പോവാം. ആ വണ്ടി അവിടെ ഉണ്ട്. ബാ. എല്ലാം തീരുമാനിച്ചല്ലേ സാധനങ്ങളല്ലേ? പിള്ളേർ വന്നെങ്കിൽ അവർക്ക് അളവായ ഡ്രസ്സുകൾ എടുക്കാം മക്കളെ. അവർ അളവൊന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ എടുക്കുന്ന ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് അളവ് അറിഞ്ഞൂടാ. ഓ, അപ്പം പിന്നെ വീട്ടു സാധനം മതിയല്ലേ? വീട്ടു സാധനം സാധനങ്ങൾ എണ്ണയൊക്കെയാണോ? അരി പലതരം സാധനങ്ങൾ ജ്യൂസുകളൊക്കെ. ഓ, ആ ചേച്ചി വാ. ചേച്ചിന്ന് വിളിക്കാൻ പറ്റൂല, അമ്മമ്മയാണല്ലേ. കണ്ടാ പറയില്ല, കണ്ട ഒരു 30-35 പറയുള്ളൂ. ഞാൻ തന്നെ ഞെട്ടിപ്പോ. എത്ര കൊച്ചുമക്കള്? 7 ഒരാളെ ആണുള്ളൂ. എന്റെ ഒരു ചെറുമോളാണ് മോനെ കെന്റില് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞോണ്ട് മാവേലിക്കര മാങ്ങാങ്കുഴിയില് ഒരു മോൻ കെന്റില് വീഴുന്നു ഇറങ്ങി ദിയ ഫാത്തിമ രക്ഷിച്ച് രാഷ്ട്രപതി അവാർഡ് വരെ എന്റെ ചെറുകുട്ടിക്ക്. ചെറുമോനാണ് വീഴുന്നപ്പോ ചെറുമോള് ഇറങ്ങിയെടുത്ത. മാവേലിക്കര മാങ്ങാങ്കുഴിയിൽ അതേ വാടകയ്ക്ക് ഇരിക്കണ ന്യൂസ് ഞാൻ അറിഞ്ഞു. പെൺകുട്ടിയുടെ ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും. 9 വയസ്സ്. ഇപ്പൊ ആളുണ്ട്. ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. ബാലരാരം വഴിമുക്ക്. ബാലരാരം വഴിമുക്ക് അങ്ങ് താഴെ റെയിൽവേ അടുത്ത്. അവിടെയാണ് ആളെ മാപ്പിള ഇതിന്റെ പണിയുടെ കൂട്ടത്തെ സാർമാർ ജോലി പിടിക്കുന്നതിനനുസരിച്ച് അവരും. അന്ന് അവന് 2 വയസ്സായിരുന്നില്ലേ? 1 വയസ്സായിരുന്നു. 2 വയസ്സായിരുന്നു. ശരി, വാ നമുക്ക് പോവാം. പണിയില്ലാത്താരും ഇരിക്കൂല മക്കളെ, അടിച്ചടിച്ച് വെളിയാണ്. പിന്നെ പരിചയമുള്ളവരാരെങ്കിലൊക്കെ വരുമ്പോൾ അതെന്തിപ്പോ നമുക്ക് എന്താ പറയാ, നമ്മളൊരു ദൈവത്തിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ നമ്മളെ അടിച്ചു വിടാൻ പാടില്ല. അതപ്പോ അമ്പലമായാലും പള്ളിയായാലും. ഇവിടെ വന്നിട്ട് വെറും 40 പേരെ ഇട്ടേക്കളാം. ശരിയാണ്.
ചിലപ്പം പിള്ളേർക്കെല്ലാം പെരുന്നാളിന് വല്ല ഡ്രസ്സുകളെല്ലാം ചെറുകുട്ടിയൊക്കെ എടുത്ത് കൊടുക്കാമെന്നാണ് ഈ സക്കാത്തിന് 5-6 വീട്ടിൽ പോയിട്ട് വിടാം. ഇനി നാളെ ജോലിക്ക് നിൽക്കുമ്പോ നമുക്ക് എത്ര പൈസ കിട്ടും? ചില സമയത്തൊക്കെ 200-300 കിട്ടും മക്കളെ. ഇന്നലെ വന്ന് കുറച്ചു നേരം വരെ ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല. നോക്കിയപ്പോ 150 രൂപ കിട്ടി. 65 രൂപ കിട്ടിയ ഇന്നാണ് കിട്ടിയത്. ഇന്ന് 65 രൂപ കിട്ടിയല്ലേ? ഓ, ഇന്നാണ് ഇവിടെ ആരെങ്കിലും ഒക്കെ തരും. പള്ളിയുടെ ഫണ്ട് ഇരിക്കുമ്പോ ആരെങ്കിലും വഴിയെ പോണവർ തരുമല്ലേ? പള്ളി നിസ്കരിച്ചിട്ട് ഇറങ്ങണവർ തരും. ശരി, അത് അവരെ മനസ്സിലാ, നല്ല മനസ്സില്ലേ? ഇന്നലെ 150 രൂപ കിട്ടി. പിന്നെ നമുക്ക് ഇന്നലെ പെയിന്റ് ഇടയിൽ അരി മാറ്റാൻ പോകണം. അന്ന് പെയിന്റ് അങ്ങനെ പിന്നെ അതും പോയി അവിടെ പോയി വാങ്ങിച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോ 65 രൂപ കിട്ടി. കുമാരപുരം പള്ളിയിൽ പോയി നിന്നപ്പോ 60 രൂപ കിട്ടി. 60 രൂപ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ അള്ളാഹുവും പടച്ചവനും ആശോപ്പനും എല്ലാരും കൂടെ നമ്മളെ ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ദൈവങ്ങളും. അതെ അതെ. അപ്പൊ നമുക്ക് പോവാം. അടച്ച ഓൺലൈനാ? അത് തന്നെ. എപ്പടി വന്നാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ള എടുത്തോ. പക്ഷെ 2000 രൂപയാണ് അമ്മയുടെ ബഡ്ജറ്റ്. എന്റെ വീട്ടില് മാഗിയാ കഴിക്കണേ, ചോറൊന്നും വെക്കൂലേ? പിള്ളേർക്ക്. ആ ശരി ശരി. കഴിക്കൂല. അമ്മക്ക് ചോറൊക്കെ തന്നെ. നൂഡിൽസ്. അരിപ്പൊടി. മരിച്ചിനിയല്ല, അത് ഗോതമ്പ്. അത് ഗോതമ്പ്. ഗോതമ്പ്. ഇത് ചെമ്പാവ്. ചെമ്പാ പുട്ടുപൊടിയാ. ചെമ്പാ പുട്ടുപൊടിയാണ്. പുട്ടാണ് ഇഷ്ടം? ഓക്കെ. അരി ഇഷ്ടമല്ലേ? ആ സൈഡ് കൊടുത്തോ. ആ എണ്ണയൊക്കെ അങ്ങോട്ട്. ഞാൻ എടുക്കണോ? ഇതാ. ഓ ശരി, ഞാൻ എടുക്കാം. തേങ്ങ എണ്ണ, കടുവ എണ്ണ, എല്ലാ എണ്ണയുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിൽ. ഇങ്ങനത്തെ ടാങ്ക് പൊടിയാ ഇത്? ആഴി കലക്കി കുടിക്കാനാ? ടാങ്കിലാ കുടിക്കുന്നേ? നോമ്പ് തുറക്കാൻ ടാങ്ക് വെള്ളം. ഇതാകുമ്പോ ഹെൽത്തി ആണല്ലോ. ഹെൽത്തിക്കുട്ട. പോവാൻ പോവാം. ബാ, അങ്ങോട്ട് പോവാം. ബില്ലടിക്കാൻ പോവാം. ബില്ലടിക്കുമ്പോൾ ഒരുമിച്ച് അടിച്ചാൽ മതിയല്ലോ അല്ലേ?
ഞാൻ വിചാരിച്ച അമ്മ അരിയൊക്കെ ആയിരിക്കും വാങ്ങണേന്ന്. അമ്മ ആദ്യം പോയി എടുത്തത് അണ്ടിപ്പരിപ്പാണ്. അരി, മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയിൽ സാധാരണ എടുക്കുള്ളൂ. അണ്ടിപ്പരിപ്പാണ് അത് എടുക്കണ കാര്യം ഞാൻ അറിഞ്ഞില്ല. അണ്ടിപ്പരിപ്പ് അല്ല ഇതത് അല്ലല്ല, പൈസ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം, കുഴപ്പമില്ല. തികയാണെങ്കിൽ കുഴപ്പമില്ല. ആ നമുക്കത് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും. ഇത് 2.54 മതിയല്ല, ക്ലോസ് ചെയ്താ. ഇത് പിന്നെ ബദാം അണ്ടിപ്പരി മാത്രമേ ഉള്ളൂ. ഇതിപ്പോഴും അമ്മ 2054 രൂപയായി. അപ്പൊ ഇനി അമ്മ എടുത്തതിൽ ഒരു നൂഡിൽസ് ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, വേണോ? പൈസ അമ്മയുടെ പൈസ 2000 രൂപ കഴിഞ്ഞു കൂടുതലും ആയി. 50 രൂപ കൂടുതൽ മതി. ഇത് വേണ്ട. ഇതെന്തായാലും ഇരിക്കട്ടെ, നമ്മളൊരു വകയായിട്ട് ഇരിക്കാം. ഇതെല്ലാം എടുത്തതല്ലേ, അപ്പൊ ഇതും കൂടെ അടിച്ചു. ഇതിലെങ്ങനെയാണ്? ഒന്നുകൂടെ അടിക്കാനുണ്ട്. അപ്പൊ ഇത് ക്ലോസ് ചെയ്ത് എടുത്തിട്ട് അടിക്കാം. ആ ജി പേ ചെയ്യാം. ഇത് ഇത്ര 2700. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് 745 രൂപ കൂടുതലാണ്. കുഴപ്പമില്ല, പോട്ടെ. ആ ഇരിക്കട്ടെ. 2740. ഓക്കെ, ഇതിൻ്റെ അകത്താക്കിയിട്ട് കവറുണ്ടോ? അങ്ങനെ ഉണ്ടോ? ചാക്കുണ്ടോ? എന്താന്ന്? അമ്മയുടെ ക്യാഷിനിട്ട് മാറ്റണ്ട. ഓക്കെ, അമ്മയുടെ ക്യാഷിനിട്ട് മാറ്റണ്ട. അരി ആണെങ്കിൽ സെപ്പറേറ്റ് മേടിച്ചോളാം. അമ്മക്ക് ഇനി പൈസ ഇതിലുണ്ടാവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ടെൻഷനിലിരിക്കണല്ലേ? അങ്ങനെയല്ല. 3 മക്കള്, ഒരു മോള് എവിടായി, 2 മക്കൾക്ക് 22. ചേട്ടാ 2 ചാക്കുണ്ടാവോ? ചെറിയ ചാക്ക്. ഇത് സാധാരണ നോമ്പുകൾക്ക് ഡേറ്റ് ഈന്തപ്പഴമല്ലേ എടുക്കണേ? ആ ഓക്കെ, 2101. 101 രൂപ കൂടുതലേ ഉള്ളൂ. കുഴപ്പമില്ല. ഇത് 1865 ഉള്ളൂ. 1860 ഇനിയുണ്ട്. 150 രൂപ അടുപ്പിച്ച്. 2 ചേട്ടത്തെ തിന്ന് കിടക്കി ടിവിയിൽ നോക്കുമ്പോ അടുത്തടുത്ത് ചർച്ച. ഇതെന്താന്ന്? ഇത് ടാങ്ക് കലക്കി കൂടി വീട്ടിൽ സാധനം മേടിക്കാൻ കൊണ്ടുവന്ന ടാങ്ക് മാത്രമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെയാണ് അണ്ടിപ്പരിപ്പ് തന്നെ. അപ്പൊ 3 നേരം ടാങ്കും പഞ്ചാരയാണ് കലക്കി കുടിക്കുന്നത്. കുടിക്കല്ലേ? ഓക്കെ, 2103. അപ്പൊ ബില്ലടിച്ചോ? കുഴപ്പമില്ല. ആ പെറ്റ് എറ്റി. ആ ഓക്കെ, അയച്ചേ.
ഇതെവിടെ ഇത് ഉമ്മാരത് ഇത് ഈ ഉമ്മാരത് പിന്നെന്നോ അപ്പൊ പരാതി എല്ലാം പറയണ്ട എന്ത് മോനെ ഞാൻ കരിമ്പടം കോളനി ഇതിലാണ് താമസിക്കണം. ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീട് സർക്കാർ തന്നില്ല. ഞാൻ വെള്ളത്തിൽ ഇന്നത്തെ മഴയത്തും ഞാൻ വെള്ളത്തിലാണ്. ഞാൻ എന്റെ അനിയത്തിൽ അവിടെയാണ് ഞാൻ പോയി കിടന്നിട്ട് രാവിലെ ഞാൻ എണിച്ചു വന്നത് സക്കാത്തിനും പോയി പള്ളിയിലെ നടയിരുന്നാണ് പൊന്നുമോനെ നിന്നെ ഞാൻ കണ്ടത്. നിന്നെ കണ്ട് നീ എനിക്കിത് അത്രയും വാങ്ങിച്ചു തന്നു. മക്കളെ ഞാൻ എപ്പോഴും ഫോണിൽ കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പിള്ളയെ എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും എൻ്റെ പിള്ള സഹായിക്കും എന്നുള്ള ഇത് ഞാൻ എപ്പോഴും ഞാൻ ഫോണിൽ കാണും. മക്കളെ ലോട്ടറി കച്ചവടം ഞാൻ അമ്മച്ചിക്ക് കൊടുക്കണത്, കുപ്പി പുറകെ കൊണ്ടുവരുന്ന അമ്മച്ചി കൂടെ എല്ലാം ഞാൻ കാണും. നേരെ കിട്ടുമ്പോൾ കാണുന്ന സമയത്ത് കാണും. മക്കളെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച അള്ളാഹു നിറവേറ്റി തന്നു. അത്രയേ ഉള്ളൂ. കോടി കോടി സുന്ദരം മക്കളെ. മക്കൾക്ക് ദീർഘായുസും ആരോഗ്യം ആ ഒരു ആയത്തും തരട്ടെ. റബ്ബെ പടച്ചവൻ തരട്ടെ. മക്കളെ എല്ലാവർക്കും നന്മയല്ലേ ചെയ്യണത്. ഇത് നോമ്പ് തുറക്കാനുള്ള സാധനമായാലും ഇഷ്ടമുള്ള ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു. നമുക്ക് അടുത്ത നോമ്പിന് കാണാം. അടുത്ത നോമ്പിന് ഇൻഷാ അല്ലാഹ് കാണാം. ഇത് കൂട്ടിയാ കാണാം മക്കളെ. അമ്മ ഇങ്ങനെ സക്കാത്തിന് ദിവസം പോകുമല്ലോ? ദിവസം മക്കളെ ഞാൻ നാളെ ഇനി ആഴ്ചയിൽ 3 ദിവസത്തെ ജോലി. ആ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ചിലപ്പോ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ ജോലി ചെയ്ത ക്ഷീണത്തില് വീട്ടില് അങ്ങ് പോകും. അതേ അമ്മ ഇങ്ങനെ ദിവസം എത്ര രൂപ കിട്ടും പോയി കഴിഞ്ഞാൽ? 500 രൂപ കിട്ടും മക്കളെ. ജോലി സക്കാത്തിന് പോയി കഴിഞ്ഞാൽ 500 600 കിട്ടും പോലെ ഇരിക്കും, നടക്കും പോലെ ഇരിക്കും മക്കളെ. അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പള്ളിയിലിരുന്ന് ചിലപ്പോ 200 കിട്ടും, ചിലപ്പോ 300 കിട്ടും. ഞാൻ പ്രായമല്ലാത്തോണ്ട് അത് ആരും എനിക്ക് തരൂല. ഇല്ലാത്തവരൊക്കെ കൊടുക്കുള്ളൂ. ഞാൻ അസുഖം ഇല്ല. ചെറുതായിട്ടുള്ള BP ഷുഗറും അങ്ങനെ ഉള്ളതേ ഉള്ളൂ. വലുതായിട്ടുള്ള ഒരു അസുഖം വയ്ക്കല്ലെന്നാണ് റബ്ബിനോട് തേടണത്. എന്ന് വെച്ചാൽ എനിക്ക് 3 പെൺമക്കളെ അതേ അടുത്ത മക്കളെ ജീവിതത്തിൽ ഇരിക്കണം. ഞാനും പാടുപെട്ട് എനിക്കൊണ്ട് ഞാനും തിന്നു എൻ്റെ മക്കൾക്കും കൊണ്ടു കൊടുത്താണ് എൻ്റെ ജീവിതം മക്കളെ ഞാൻ കഴിയുന്നത്. മാപ്പിള മരിച്ച് 12 വർഷമായി മക്കളെ. ഇത് അമ്മയുടെ ഇത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? മക്കളെ എനിക്ക് വിഴുന്ന് എൻ്റെ കാലും കഴിഞ്ഞ് എടുക്കാൻ വയ്യ മക്കളെ. എൻ്റെ പൊന്നു സൂര്യ കണ്ടതിൽ എനിക്ക് സന്തോഷം മക്കളെ. എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ചു തന്നതല്ല എൻ്റെ മക്കൾക്ക് പൗത്ത് കൊടുത്ത് സന്തോഷമായിട്ട് അവരെല്ലാം ദീർഘായുസോടെ എല്ലാം നിങ്ങൾക്കും ദീർഘായുസും തന്ന് ശരീര സുഖവും എല്ലാം തരണം പൊന്നു മക്കളെ. എനിക്ക് കരിമടത്ത് എൻ്റെ ഭർത്താവ് ഇരുന്ന സമയത്ത് 1000 രൂപയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു തന്നു മക്കളെ. അതിൽ ഞങ്ങൾക്ക് 2 വീടുള്ളതിൽ ഒരു വീട് തന്നു മക്കളെ. ഒരു വീട് തന്നില്ല മക്കളെ. അമ്മ ഇപ്പൊ ഇത് സാധനം കിട്ടിയല്ലേ സന്തോഷമാണല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഒരു 500 രൂപ അമ്മയ്ക്ക് കൊടുത്തരാം. അത് സക്കാത്ത് വാങ്ങണമല്ലോ മക്കളെ. ഞാൻ ചിലപ്പോ പെയിന്റ് കടയിൽ മക്കൾ പറഞ്ഞെങ്കിൽ അവിടെ കാണും. അപ്പൊ 500 രൂപ അമ്മയ്ക്ക് സക്കാത്തായിട്ട്. ഓക്കെ നമുക്ക് ഇന്ന് പാട്ടെടുക്കാം പിള്ളേർക്ക്. നിർത്തി പാട്ടാടും മക്കളെ. എന്റെ ചെല്ലം മോന്റെ കൂടെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കാണണം ഒന്ന് എവിടെയെങ്കിലും. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലാണ് കൂടുതൽ പൊന്നു മോന്റെ ഇത് ഞാൻ കാണുന്നു. എനിക്ക് എല്ലാം കാണാറുണ്ടല്ലേ? ശരി, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എനിക്ക് ഇങ്ങനെ കൊടുക്കണം സക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് കാലത്ത് പൈസ ചോദിക്കുമ്പോ കൊടുക്കും, അതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അതറിയാതെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതാണ് ഞാൻ അമ്മയ്ക്ക് തന്നത് കേട്ടോ. ഓക്കെ, അത് ഇതുപോലെ എല്ലാരും മക്കളെ നമുക്ക് അരി സാധനങ്ങൾ ചിലവരെ ഇതുപോലെ നിങ്ങൾ മറ്റേ ജാതി ഒരു ജാതി ഇല്ല മക്കളെ. എല്ലാ ജാതി നമ്മളെ നടയിലാണ്. അവരെ ഈ നോമ്പായോണ്ട് നമുക്ക് അവരെ ഒന്നും മാറ്റി തിന്നാൻ പറ്റില്ല. നോമ്പില്ലെങ്കിൽ അവരെ ഒജിനോ നമ്മൾ തിന്നും. അല്ലാതെ നമുക്കൊരു പുച്ഛവും ഇല്ല. പുച്ഛിച്ചാൽ നമുക്ക് നാളെ ജീവിതം ഇല്ല. ഉണ്ടോ മക്കളെ? ഇല്ല, ഒരിക്കലില്ല. ആ വണ്ടി കിടക്കണം അവിടെ നിർത്താൻ പറഞ്ഞാൽ മതി, നമ്മൾ അങ്ങോട്ട് വരാം. എന്നിട്ട് അവിടെ നമുക്ക് എടുക്കാം. ഓക്കെ, സന്തോഷം. എന്റെ പൊന്നുമനെ എവിടേക്കും വെച്ച് കാണാൻ രാജാവ്. എന്റെ പൊന്നുമന് ദീർഘായുസ്സുകൾ കൊടുക്കണേ, ശരീരസുഖം കൊടുക്കണേ, നന്നായി നല്ല ജീവിതങ്ങൾ കിട്ടണേ. എന്റെ ആക്സിഡന്റ് പറ്റി
14 വർഷം കൊണ്ട് കിടക്കണം മക്കളെ. ഒരു ജോലിക്കും കൂലിക്കും ഒന്നും പോകാൻ പറ്റാതെ മക്കളെ. അപ്പൊ ഇതിപ്പോ ഞാൻ എടുത്തത് അവർക്കെല്ലാം എനിക്കറിയാം. ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി എടുക്കണമെങ്കിൽ അമ്മ വേറെ രീതി സാധനം, ഇത് മക്കൾക്ക് വേണ്ടി എടുത്ത സാധനങ്ങളാണ്. ഇന്ന് എവള് വന്നില്ലെങ്കിൽ എവളും കൂടെ ചേർത്ത് ഞാൻ 3 എണ്ണം ഒന്നുപോലെ എടുത്തന്നെ മക്കളെ. അപ്പൊ ഇന്ന് അവള് വന്നപ്പോ അവക്കുള്ള അവള് എടുത്തത് കൊണ്ട് 2 മക്കൾക്ക് ഞാൻ എടുത്തു. അത് കുഴപ്പമില്ല. ഉമ്മയാണെങ്കിൽ എടുത്തത് ഉമ്മക്ക് വേണ്ടി എടുത്തതല്ല, പല സാധനങ്ങളും ടാങ്ക് കലക്കണതും മാഗി വാങ്ങണതും. നാളെ കടപ്പിലായി എന്നെ ആരും മക്കളെ നോക്കൂന്നുള്ള ഒരു പ്രതീക്ഷ. ഒരാൾക്ക് കൊടുത്തു ഒരാൾക്ക് കൊടുത്തില്ല എന്ന് നാളെ അവര് പറയില്ല അവക്ക് കൊടുത്ത് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കി കളയും. ആ ഒരു ഇതാണ് മക്കളെ. ഞാൻ 3 ഇത് വെച്ച് 3 പേർക്ക് എടുത്തത് രാജാവേന്റെ പിള്ളേക്ക്. ഞാൻ ടാങ്ക് എടുത്തത് ഒന്ന് കുറഞ്ഞു പോയി. 2 പേർക്ക് 2 എടുക്കാനുള്ളതിന് ഒരാൾക്ക് എടുത്തോളൂ. ഒരാൾക്ക് ഞാൻ പെണ്ണുമ്പോൾ തന്ന പൈസയിൽ വാങ്ങിച്ചു കൊടുത്തോളാം. ഓക്കെ. അപ്പൊ എന്തായാലും അമ്മ ഹാപ്പി ആയിട്ടിരിക്കും. ഒരു ഓട്ടോ വിളിച്ചാൽ ഓട്ടോ കയറ്റിട്ട് സാധനം വെട്ടുക. അപ്പൊ അവിടെ വന്ന് നിന്നാൽ മതി കേട്ടോ. അവിടെ നിന്ന് ബാക്കി ബാഗും കൂടെ എടുക്കാം. ഇറങ്ങി പോവാം. ശരി. ഉമ്മയ്ക്കാണ് 10 രൂപ കൂടുതൽ കിട്ടിയത് ഉമ്മയ്ക്കാണല്ലേ. നമ്മുടെ അസുഖം എന്ന് പറഞ്ഞ് പിരിക്കൂല മക്കളെ. കാണാറുണ്ടോ? ഇനി വേടാൻ പോവില്ല. മോന്റെ കൂടെ നിക്കാണ് കേട്ടാ. നിങ്ങളെല്ലാരും ചിരിക്കണേ. ചിരിക്കാൻ മുമ്പോ പല്ലൊന്നുമില്ല. ഓക്കെ ശരി. നസീമ പല്ലൊന്നും ഇല്ലെന്ന് വായില്. ഇപ്പൊ എന്താ പറയാ, നോമ്പെടുക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു റമദാൻ മാസത്തില് നോമ്പെടുക്കുന്ന അമ്മയ്ക്ക് 2 അമ്മമാർക്ക് എനിക്ക് ഇത് സക്കാത്തെന്ന് പറയുന്ന സക്കാത്തല്ലേ ഇത് സക്കാത്തെന്ന് പറഞ്ഞാൽ പൈസ ആയിട്ടാണെങ്കിലും അതിന്റെ പുണ്യം കിട്ടും രാജാവ്. പിന്നെ സാധനമായിട്ട് വാങ്ങിച്ചു തരാൻ പറ്റിയല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഇതേപോലെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റട്ടെ. പിന്നെ പുട്ടുപൊടി ഇടിയപ്പൊടിയൊക്കെ എടുത്തതേ മക്കളെ. പിള്ളേർക്ക് ഇടിയപ്പോ പുട്ടൊക്കെ ചുട്ടു തിന്നാനും മക്കളെ. അരി എന്തെന്നറിയാം മക്കളെ, ചിലപ്പോ ആരെങ്കിലും പള്ളിയുടെ ആയിരിക്കും 1 കിലോ അരിയിലോട്ട് തരും. അരി എപ്പോഴും കിട്ടും. ഇല്ലെങ്കിൽ പെരുന്നാളിന് അരി എടുക്കാത്ത കാണുമ്പോഴേ മക്കളെ ആരെങ്കിലും 1 കിലോ അരിയിലോട്ട് തരും മക്കളെ. എങ്ങനെയായാലും ഒരു ഓട്ടോ കയ്യിൽ നിർത്തുന്നില്ല. ഈ സീരിയലൊക്കെ കണ്ടുകൊണ്ട് കിടക്കും. രാത്രി 10 മണി വരെ സീരിയൽ കാണും. എല്ലാ സീരിയലും ഞാൻ കാണും. എല്ലാം കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണ്? മൗനരാഗം. എല്ലാ സീരിയലും അടച്ചടിച്ച് അങ്ങനെ വരുന്ന കണ്ടുകൊണ്ടിരിക്കും. എല്ലാം പെട്ടെന്ന് പേര് പറയാറിഞ്ഞൂടെ. എല്ലാം കണ്ടു അപ്പൊ ഇത് നല്ല 2 എടുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് പിന്നെ കടവയിലൊക്കെ വല്ലുണ്ടല്ലോ അതൊക്കെ തിന്നും. ഇതിനകത്ത് കട്ടനൊക്കെ ഇട്ട് വെച്ച് അപ്പോഴപ്പോഴും തിറക്കെ പിറക്കൊക്കെ ചവയ്ക്കും. ബദാമ് വെള്ളത്തിട്ട് കൊളുത്തി അണ്ടിപ്പരിപ്പൊക്കെ തിന്ന് സീരിയലൊക്കെ കണ്ട് ഒരു വൈബല്ലേ. അതുകൊണ്ടാണ് അതിനെ എടുത്തത്. അതുകൊള്ളു. ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് എടുത്തപ്പോ ഞാന് മക്കള് അണ്ടിപ്പരിപ്പൊക്കെ എടുക്കണം. പലവനെ മേടിക്കാൻ വന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ എടുക്കണം. അപ്പൊ സീരിയല് കാണുമ്പോ തിന്നാൻ വേണ്ടിയാണ് അണ്ടിപ്പരിപ്പ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പൈസ നോക്കാതെ അതങ്ങ് വാങ്ങിച്ചു തന്നത്. അതിന് 2 മക്കൾക്ക് പൗത്ത് കൊടുത്തിട്ട് അതില് ഉള്ളത് ഒളിപ്പിച്ചോണ്ട് വെച്ച് തിന്നാ ചേട്ടാ. എന്തൊരു കിട്ടിയാലും ഒളിച്ചൊന്നും തിന്നില്ല മക്കളെ. എന്തൊരു കിട്ടിയാലും മക്കൾക്കും ചെറുമക്കൾക്കൊക്കെ ഉള്ളതിനെ പൗത്ത് കൊടുത്തിട്ട് തന്നെ കഴിക്കുള്ളൂ. എന്തൊരു കിട്ടിയാലും 10 രൂപ ആരെങ്കിലും തന്നാലും അങ്ങനെ മക്കളെ. പുതിയ രാമേന്ദ്രൻ താഴെ എസ്കേപ്പ് റോട്ടിൽ കൂടെ പോയാൽ മതി. പെട്ടെന്ന് ആക്കാമോ? അപ്പൊ ആദ്യം സാധനം എടുത്ത് വെക്കാം. അത് അമ്മേരത് ഇതിന്മാരത്. അപ്പൊ കയറിക്കോ. എത്ര രൂപ അവിടെ പോവാൻ? കരിമടത്ത് പോകാനേ മക്കളെ. അപ്പൊ ഉണ്ടാക്കിയാ മതി. ബാക്കി ഇരിക്കട്ടെ, ചേട്ടൻ വെച്ചോ. അപ്പൊ അമ്മ ഹാപ്പി റമദാൻ. റമദാൻ ആശംസകൾ. അപ്പോഴേ ചേട്ടാ നേരെ പോകുമ്പോ അവിടെ മറ്റേ ക്രോസ് ഉണ്ടല്ലോ, മറ്റേ വളവ്, അവിടെ കാറ് കിടപ്പുണ്ട്. അവിടെ നിർത്തണേ. അവിടെ ബാഗ് ഇരിപ്പുണ്ട് എടുക്കാൻ. പിന്നെ ഇപ്പൊ അങ്ങോട്ട് വരാം. അപ്പൊ അവിടെ നിർത്തേ. ഓ രാജാവേന്ന്. ശരി, 2 പേരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ പറഞ്ഞില്ല അന്ന് മായാവി കണ്ടല്ലോ. മായാവിയെ കണ്ട് അവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. നാരിക കച്ചവടം ചേട്ടൻ നസീമാരെ വീട്. ഓക്കെ. നാരിക കച്ചവടം പോയില്ല, ഭർത്താവ് മരിച്ച് 10 വർഷം. ഞാൻ പറഞ്ഞാൽ ആർക്കും അറിയാം. നാരങ്ങ കച്ചവടം ചെയ്യണം നസീമാരെ വീടാന്ന് കേട്ടോ. ആരും കൂടെ പറഞ്ഞു കരിമടം. ഓക്കെ. അപ്പൊ പോയിട്ടാ. വിടുതി എല്ലു പറ്റിയ കൈ